ബന്ധു നിയമന വിവാദത്തിൽ രാഷ്ട്രീയമില്ല എന്നാവർത്തിച്ച് ബന്ധു നിയമന വിവാദത്തിലല്ല ബന്ധു നിയമനത്തിൽ രാഷ്ട്രീയമില്ല എന്നാവർത്തിച്ച് മന്ത്രി സണ്ണി ജോസഫ്. ബെന്നി തോമസിന്റെ രാജി സ്വയം എടുത്ത തീരുമാനമാണെന്നും നിയമനത്തിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടോ എന്ന ചോദ്യത്തിന് മൗനം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എനിക്ക് സത്യത്തിൽ ആവശ്യമുണ്ട്, അങ്ങനത്തെ ഒരാളുടെ ആവശ്യമുണ്ടായിരുന്നു. കാരണം എനിക്ക് പ്രധാനപ്പെട്ട ചില വകുപ്പുകളുണ്ട്. വൈദ്യുതി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തമുള്ളൊരു വകുപ്പാണ്. അതുപോലെ തന്നെ പരിസ്ഥിതിയും പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ളൊരു വകുപ്പാണ്. അപ്പോൾ എന്നെ സഹായിക്കാൻ വിശ്വസ്തതയുള്ള കൂറുള്ള സാമാന്യനിക്ക് അറിയാവുന്ന ഇവിടുത്തെ ജനങ്ങളുമായിട്ടും കൂടെ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. അതൊരു വാർത്തയും വിവാദമായിട്ട് വന്നപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അദ്ദേഹം തന്നെ മുൻകൈയെടുത്തു. ആ വിവാദങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെയും മുഖ്യമന്ത്രി അറിയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ആ ചുമതലയിൽ നിന്നുള്ള രാജിക്കത്ത് നൽകി. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരമാണോ ഇങ്ങനെ ഒരു രാജിയിലേക്ക് നയിച്ചത്? മുഖ്യമന്ത്രിയുടെ ആവശ്യമാണോ ഇങ്ങനെ? അല്ല, നിയമപരമായിട്ട് അങ്ങനെ ഒരു യോഗ്യനായ കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ അവിടെ നിന്ന് ചേരുന്നു. നിഖിൽ, ഇതിപ്പം അളിയനാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം നടത്താൻ കാര്യപ്രാപ്തി ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തെ ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞേക്കേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് എന്നാണല്ലോ ആ വാക്കുകൾ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളെ എന്തായാലും ആവശ്യമുണ്ടായിരുന്നു തനിക്ക് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനകത്തൊരു അതൃപ്തി, അത് രാഷ്ട്രീയ വിവാദമായതുകൊണ്ട് അങ്ങ് പുറത്തേക്ക് പോകുന്നു എന്നതാണല്ലോ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ഇടപെട്ടില്ല എന്ന് നോ പറയുന്നുമില്ല. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു അതൃപ്തി അവിടെ ഉണ്ടല്ലേ? സനീഷ്, ഇക്കാര്യത്തിൽ തീർച്ചയായും അതാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടോ എന്ന ചോദ്യത്തിന് തനിക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറി പോവുകയാണ്. സ്വാഭാവികമായും ആ അതൃപ്തി തന്നെയാണ് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ഈ ബെന്നി തോമസിനെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിച്ച കാര്യത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് സണ്ണി ജോസഫ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അതിൽ പറയുന്നത് തനിക്ക് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്, ആ വകുപ്പുകളിൽ തനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് ശേഷിയുള്ള ഒരാളുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരാളാണ് ബെന്നി തോമസ്. ഈ വൈദ്യുതിയും പരിസ്ഥിതിയും ഒക്കെ ഉള്ള വകുപ്പുകൾ, ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ തനിക്ക് വിശ്വസിക്കാവുന്ന ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെന്ന നിലയിലാണ് ബെന്നി തോമസിനെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുത്തത്. പിന്നീട് പക്ഷേ അതൊരു വിവാദവും വാർത്തകളുമൊക്കെ ആയതോടുകൂടി സ്വയം ബെന്നി തോമസ് പിന്മാറുകയാണ് ചെയ്തത് എന്നതാണ് സണ്ണി ജോസഫ് പറയുന്നത്. മാത്രമല്ല, ഈ നിയമനത്തിന് മുന്നേ നിയമപരമായി ഇതിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സഹകരണ മേഖലയിലൊക്കെ ആണെങ്കിൽ ഇത്തരം നിയമനങ്ങൾ ഒരുപക്ഷെ പ്രശ്നമായേക്കാം. പക്ഷേ നിയമപരമായി ബെന്നി തോമസിനെ സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുത്തതിൽ ഒരു തടസ്സവും നിയമപരമായി ഉണ്ടായിരുന്നില്ല. അത് നേരത്തെ തന്നെ പരിശോധിച്ചതാണ് എന്നുകൂടിയാണ് സണ്ണി ജോസഫ് പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ KPCC യോഗത്തിൽ ഒരാൾ ഇതിനെ എതിർത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹവും അത് പിന്നീട് തിരുത്തുകയാണ് ചെയ്തത്. ബെന്നി തോമസിനെ തൻ്റെ ബന്ധു എന്നതിനപ്പുറത്തേക്ക് മികച്ച രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലാണ് കാണേണ്ടത്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഉളിക്കൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയി ചോദിച്ചാൽ മതി എന്നുകൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായും സണ്ണി ജോസഫിന് ഈ നിയമനത്തിൽ ഇപ്പോഴും ഈ ബന്ധു നിയമനം എന്ന രീതിയിലേക്ക് അതിനെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പകരം ഈ വാർത്തകളും വിവാദവും വന്നതിന് പിന്നാലെ ബെന്നി തോമസ് സ്വയം തീരുമാനിച്ച് പിന്മാറി എന്ന നിലയ്ക്ക് മാത്രമാണ് സണ്ണി ജോസഫ് ഇപ്പോഴും അതിനെ കാണുന്നത്. അതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടോ, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുകൊണ്ടാണോ ഈ രാജി എന്ന ചോദ്യത്തിനോട് പ്രതികരിക്കാനും സണ്ണി ജോസഫ് തയ്യാറാകുന്നില്ല. ശരി, നന്ദി നിഖിൽ വിവരങ്ങൾക്ക്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ നിയമിച്ചിരുന്നത്. അത് വലിയ വിവാദമായി. സ്വാഭാവികമായിട്ടും അധികം വലിയ വിവാദങ്ങളിലേക്കും കുഴപ്പങ്ങളിലേക്കും പോകാതെ കോൺഗ്രസ് പാർട്ടി എന്തായാലും അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ മറ്റോ ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ എന്തായാലും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി. അദ്ദേഹത്തിന് ഭാര്യ സഹോദരന് സ്റ്റാഫായി നിൽക്കുന്നതിൽ കാരണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, അതൊക്കെ കൊണ്ടാണത് ആലോചിച്ചിരുന്നത് എന്ന ഒരു ന്യായീകരണമാണ് ഇപ്പോഴും സണ്ണി ജോസഫ് നടത്തിയത്.